ഗുരുവായൂർ ഡിലൈറ്റ്സിന് വേണ്ടി VP ഉണ്ണികൃഷ്ണനാണ് സംസാരിക്കുന്നത്. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ സവിശേഷമായ ഒരു പ്രസാദം കളഭത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം. കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം എന്ന കീർത്തനം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്താണ് ഗുരുവായൂരപ്പൻ്റെ കളഭത്തിൻ്റെ സവിശേഷത? അതേക്കുറിച്ചിട്ട് നമുക്ക് സവിസ്തരം പരിശോധിക്കാം. അതിനു മുമ്പേ ഈ ചാനൽ കാണുന്ന നിങ്ങൾ ദയവായി ഇത് ഫോളോ ചെയ്യണം, കഴിയുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന വിനീതമായ അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കളഭത്തെക്കുറിച്ചാകട്ടെ ഇന്നത്തെ നമ്മുടെ വിശേഷം. ഗുരുവായൂരിൽ നമുക്കറിയാം, ഗുരുവായൂരിലെ ചന്ദനവും കളഭവും സവിശേഷമാണ്. ചന്ദനം തണുപ്പാണെങ്കിൽ കളഭം കുളിരാണ്. ഗുരുവായൂരിൽ എങ്ങനെയാണ് ചന്ദനം തയ്യാറാക്കുന്നത്? ഗുരുവായൂരപ്പൻ്റെ ചന്ദനം ഒന്നുകിൽ മൈസൂർ ചന്ദനം അല്ലെങ്കിൽ മറയൂർ ചന്ദനം, ഏറ്റവും വിശേഷപ്പെട്ട ചന്ദനം ഗുരുവായൂരിലെത്തിച്ച് അത് പനിനീരിൽ അരയ്ക്കും. എവിടെയാണ് അരയ്ക്കുന്നത്? ചാണയിലാണ് അരയ്ക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രകൃതിദത്തമായ ചാണയിൽ അരച്ച് ചാണയും ചന്ദനവും പനിനീരും ചേർന്ന് അലിഞ്ഞ് ലഭിക്കുന്ന ആ ചന്ദനം, ഭഗവാന് ചാർത്തിയ ആ ചന്ദനം പ്രസാദമായി ലഭിക്കുന്നത് ഭക്തരെ സംബന്ധിച്ചിട്ട് വളരെ സവിശേഷമായ ഒരു അനുഭൂതിയാണ്. അത് നെറ്റിയിൽ അണിഞ്ഞാൽ വളരെ തണുപ്പാണ്. ചന്ദനത്തിൻ്റെ തണുപ്പ് എവർക്കും അനുഭവിക്കാൻ അറിയും. എന്നാൽ ചന്ദനം ഭക്തർക്ക് സൗജന്യമായിട്ടാണ് ദിവസം കൊടുക്കുന്നത്. തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രം വടക്കേ നടയിൽ ചന്ദനവും തീർത്ഥവും പ്രസാദമായിട്ട് എല്ലാവർക്കും ലഭിക്കും. എന്നാൽ കളഭം സൗജന്യമായിട്ടല്ല. കളഭം നമുക്ക് ലഭിക്കുന്നത് വഴിപാട് ചെയ്തവർക്ക് മാത്രമാണ് കളഭം ലഭിക്കുന്നത്. കളഭത്തിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്? കളഭത്തിൽ ചേർക്കുന്നത് കാശ്മീർ കുങ്കുമവും ചന്ദനവും പച്ചക്കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് കളഭം തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് കളഭചാർത്തുണ്ട്. ആ ഉച്ചപൂജയ്ക്ക് നടത്തുന്ന കളഭചാർത്താണ് നമ്മൾ ഉച്ചപൂജ അലങ്കാര വർണ്ണനയിൽ കേൾക്കുന്നത്. ഭാഗവതത്തിലെ വിവിധ കഥാസന്ദർഭങ്ങൾ, ഗുരുവായൂരപ്പൻ്റെ കേളികൾ, ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ, പല വിധത്തിലുള്ള ലീലകളെല്ലാം ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ മേശാന്തിയോ ഓദിക്കന്മാരോ അവർ അവതരിപ്പിക്കും, അവർ ചാർത്തും. ചിത്രം പോലെ ആ വിഗ്രഹത്തിൽ അതെഴുതും. അതാണ് ഉച്ചപൂജ അലങ്കാര വർണ്ണനയായിട്ട് തിരുവാലൂർ ശ്രീകുമാരൻ നമ്പൂതിരി എന്ന കുമാരേട്ടനൊക്കെ നമ്മളെ വർഷങ്ങളായിട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദങ്ങളിലൊന്നാണ് ഈ പറയുന്ന കളഭം. അപ്പോൾ ഗുരുവായൂരിലെ കളഭത്തിന് വളരെ സവിശേഷതയാണ്. ഗുരുവായൂർ ഭക്തരെ തിരിച്ചറിയാൻ കൂടിയുള്ളൊരു മാർഗ്ഗമാണ് കളഭം. എൻ്റെ നെറ്റിയിലായി അണിഞ്ഞിരിക്കുന്നത് കളഭമാണ്. ചന്ദനവും കാശ്മീർ കുങ്കുമവും ചേർത്തിട്ടുള്ള ഈ കളഭമാണ് ഞാൻ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഗുരുവായൂരപ്പന് ചാർത്തി ഇന്ന് പ്രസാദമായിട്ട് നൽകുന്ന കളഭമാണ് ഇന്ന് എൻ്റെ നെറ്റിയിലുള്ളത്. ഇന്നൊരു ഭക്തൻ, ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് പോയി വന്ന ഒരു ഭക്തൻ എന്നെ പുറത്ത് വെച്ച് കണ്ടപ്പോൾ തന്ന കളഭമാണ് നെറ്റിയിൽ അണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കളഭം ഗുരുവായൂർ ഭക്തരുടെ ഒരു അടയാളമാണ്. ലോകത്തെ എവിടെയുള്ള ഗുരുവായൂർ ഭക്തരും അണിയാൻ ആഗ്രഹിക്കുന്നൊരു പ്രസാദമാണ് കളഭം എന്ന് പറയുന്നത്. അപ്പോൾ കളഭത്തിൽ ചേർക്കുന്ന കാശ്മീർ കുങ്കുമം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് വളരെ സവിശേഷമായ ഒരു സുഗന്ധദ്രവ്യമാണ്. കിലോയ്ക്ക് 1,50,000 രൂപയാണ് കാശ്മീർ കുങ്കുമത്തിൻ്റെ വില. ആ കാശ്മീർ കുങ്കുമവും ചന്ദനവും പനിനീരും ചാലിച്ചെടുത്തിട്ടാണ് കളഭം ഉണ്ടാക്കുന്നത്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് കളഭം ചാർത്താറില്ല എന്നതാണ് അതിൻ്റെ വേറൊരു സംഗതി. മുഖത്ത് ചന്ദനം മാത്രമേ ചാർത്തുള്ളൂ, ദേഹത്താണ് കളഭം ചാർത്തുന്നത്. ആ ചാർത്തിയ കളഭം ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് ചാർത്തുന്നത് 6 ഉരുള കളഭമാണ്. അതിന് മുഴുക്കാപ്പ് കളഭം എന്ന് പറയും. ആ മുഴുക്കാപ്പ് കളഭമാണ് പിറ്റേ ദിവസം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് നൽകുന്നത്. ഗുരുവായൂരപ്പന് ഏറ്റവും സവിശേഷമായ കളഭാട്ടം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് മണ്ഡലമാസം അവസാനം മണ്ഡലം 41-നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭാട്ട ചടങ്ങ് നടക്കുന്നത്. കളഭാട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന കളഭത്തിൻ്റെ ഇരട്ടി, അതായത് സാധാരണ 6 ഉരുള കളഭമാണ് ഉപയോഗിക്കുന്നത്. ഇത് 12 ഉരുള കളഭമാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന കാശ്മീർ കുങ്കുമം 1 ഉരുളയ്ക്ക് 5 ഗ്രാം കാശ്മീർ കുങ്കുമമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സവിശേഷമായ കളഭാട്ട ദിവസം 5 ഗ്രാമിന് പകരം 1 ഉരുളയ്ക്ക് 10 ഗ്രാം കാശ്മീർ കുങ്കുമം ഉപയോഗിക്കും. അങ്ങനെ സവിശേഷമായിട്ട് അതിനകത്ത് ഗോരോചനം, അതേപോലെ കസ്തൂരി തുടങ്ങിയ അത്യപൂർവമായ അമൂല്യമായ സുഗന്ധദ്രവ്യങ്ങൾ കൂടി അന്ന് ഒരു ദിവസം മാത്രം ചാർത്തും. 40 ദിവസം മണ്ഡലകാലത്ത് 40 ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പഞ്ചഗവ്യ അഭിഷേകമാണ്. 41-ാമത്തെ ദിവസമാണ് കളഭാട്ടം നടക്കുന്നത്, അഥവാ കളഭാഭിഷേകം നടത്തുന്നത്. ഈ കളഭാട്ടം വഴിപാട് എന്ന് പറയുന്നത് സാമൂതിരി രാജാവിൻ്റെ വഴിപാടാണ്. എല്ലാ വർഷത്തെയും കളഭാട്ടം സാമൂതിരി രാജാവാണ് വഴിപാടായിട്ട് നടത്തുന്നത്. നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ് പതിവ്.
സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം സാമൂതിരിയിൽ വന്നു ചേർന്നതിന് പിന്നാലെ തുടങ്ങിയൊരു ആചാരമാണിത്. ഒരാൾ സാമൂതിരി രാജാവായിട്ട് അധികാരമേറ്റാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയെ നടക്കിരുത്തി കളഭം ചാർത്തുക എന്നൊരു വഴിപാടുണ്ട്. അത് ഒരു ആനയെ ഗുരുവായൂരപ്പന് നടക്കിരുത്തും, അതേപോലെ കളഭം കഴിയും. കളഭം വഴിപാട് ചെയ്ത് കളഭം ചാർത്താൽ ആനയ്ക്ക് കളഭം എന്നൊരു പര്യായം കൂടിയുണ്ട്. അപ്പോൾ കളഭം നടക്കിരുത്തി കളഭം ചാർത്തൽ സാമൂതിരിപ്പാടിൻ്റെ ഒരു വഴിപാടായിരുന്നു പണ്ട് മുതലേ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അത് നടക്കുന്നത് വൃശ്ചികം മണ്ഡലകാലത്ത് 41ാമത്തെ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭാട്ടം നടക്കും. ആ കളഭാട്ട സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വിശേഷമായ കേളി ഉണ്ടാവും. സാമൂതിരിയുടെ ആളുകൾ ഈ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട സാമൂതിരിയുടെ ആളുകളും ഉണ്ടാവും ഇവിടെ ദർശനത്തിനായിട്ട്. അപ്പോൾ ഈ കളഭാട്ട ദിവസം പന്തീരടി പൂജ കഴിഞ്ഞാലാണ് കളഭാഭിഷേകം നടത്തുക. സ്വർണ്ണക്കുടത്തിലാക്കിയ കളഭം, ഈ പ്രത്യേക കളഭം 12 ഉരുള കളഭം സ്വർണ്ണക്കുടത്തിലാക്കി തന്ത്രി പ്രത്യേക പൂജ ചെയ്ത് തന്ത്രിയാണ് അഭിഷേകം നടത്തുക. ഈ അഭിഷേകത്തിന് ശേഷം പിന്നെ അന്ന് മറ്റ് അലങ്കാരങ്ങളൊന്നും ഉണ്ടാകില്ല. ആകെ ഒരു മാല ചാർത്തും, ഒരു തുളസിമാലയോ അല്ലെങ്കിൽ ഒരു വനമാലയോ ചാർത്തും. അതിനുശേഷം പിറ്റേ ദിവസം പുലർച്ചെ 3 മണി വരെ കളഭത്തിൽ ആറാടിയ കണ്ണനെ തൊഴുത് ഭക്തർക്ക് നിർവൃതിയടയാം. ഇതിനെക്കുറിച്ച് സാധാരണ ഗുരുവായൂർ ഭക്തന്മാർ പറയുന്ന ഒരു കഥ കൂടിയുണ്ട് കേട്ടോ. അത് വളരെ രസകരമാണ്. അതായത് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഓരോ ദിവസവും എത്തുന്നത് 10,000 ആളുകളാണ്. ഈ 10,000 ആളുകളുടെ പരിഭവങ്ങളും പരാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളും മുഴുവൻ ഭഗവാൻ ഇങ്ങനെ ഏറ്റുവാങ്ങും. എന്നിട്ട് അവർക്ക് സന്തോഷം പകരും. അങ്ങനെ സന്തോഷം പകർന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങുന്ന ഭഗവാന്റെ തല ചൂടായിട്ട് ആ തല തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേഹം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണത്രേ ഈ ഒരു ദിവസം ഈ കളഭത്തിൻ്റെ കുളിരിൽ മുങ്ങി ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. അപ്പോൾ പന്തീരടി മുതൽ പിറ്റേ ദിവസത്തെ നിർമ്മാല്യ സമയം വരെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ കളഭത്തിൻ്റെ കുളിർമയിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ സുഖിച്ച് ഇരിക്കുമെന്നാണ് ഭക്തർ പറയുന്നൊരു കഥയാണ്. അതിന് മറ്റ് അടിസ്ഥാനങ്ങളൊന്നുമില്ല, എന്നാലും ഭക്തർ പറയുന്നൊരു കഥയാണ്. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ കളഭത്തെക്കുറിച്ച് മറ്റൊരു വിശ്വാസമുണ്ട്. സാധാരണ ഗുരുവായൂരപ്പൻ്റെ കളഭം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ആളുകൾ രാവിലെ കളഭം തൊടുക എന്നൊരു പതിവുണ്ട്. ഈ കളഭം കയ്യിലുണ്ടെങ്കിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാകുകയില്ല എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. സാധാരണ യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ ബാഗിൽ എവിടെയെങ്കിലും ഒരു ലേശം കളഭം വയ്ക്കും. അപ്പോൾ കണ്ണൻ്റെ കളഭം ഉണ്ടെങ്കിൽ മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കില്ല എന്നൊരു ഉത്തമ വിശ്വാസമാണുള്ളത്. സാധാരണ നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂരപ്പൻ്റെ ഒരു ഉത്തമ ഭക്തനായിരുന്നു ലീഡർ കെ കരുണാകരൻ. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്തപ്പോഴും എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വന്ന് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം രാവിലെ എണീറ്റാൽ ആദ്യം കഴിക്കുക കളഭമാണ്. കളഭത്തിൻ്റെ ഒരു പൊട്ട് നാവിലിട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ആളുകൾ കളഭം ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലീഡർ കെ കരുണാകരന് പണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ വലിയ കാറപകടം. ആ കാറപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബാഗിൽ കളഭം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നൊരു വിശ്വാസം അദ്ദേഹം പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളഭം എന്നത് നശിക്കാത്തൊരു വസ്തുവാണ്. കളഭം എന്നത് അനശ്വരമായൊരു പ്രസാദമാണ് എന്ന് ഭക്തർ കരുതുകയും അതിനെ സാധാരണ പ്രസാദത്തേക്കാൾ വളരെ വിലമതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കളഭം. ആ കളഭം വളരെ ചെറിയ പാക്കറ്റിലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ആ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഭക്തർ വളരെ സൂക്ഷ്മതയോടെ നെറ്റിയിൽ അണിയുക എന്നുള്ളത് ഭക്തരുടെ ഒരു ശീലമാണ്. കളഭം അണിയുന്നത് ഒരു സുഖമാണ്, ഒരു സുഗന്ധമാണ്, ഒരു കുളിരാണ്, ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഭക്തർക്കറിയാം അതിൻ്റെ അനുഭൂതി. അതുകൊണ്ട് ഗുരുവായൂർ ഭക്തരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് കളഭത്തെ എല്ലാവരും കാണുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണാർപ്പണം.